കണ്ണെഴുതിയിട്ട് ക്യാൻസർ വരുന്ന കാര്യം നിങ്ങൾ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? എന്നാൽ ഇനി മുതൽ നമ്മൾ അതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള മേക്ക് ഓവറുകളും അതുപോലെ ഒരുപാട് പ്രൊഡക്ട്സാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്നത് അല്ലേ? നമ്മളതൊക്കെ വാങ്ങി പരീക്ഷിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരും സൗന്ദര്യമാണ് വലുത്, നിങ്ങളുടെ കാഴ്ച ശക്തിയാണ് വലുത്, ഒരു ഡൗട്ടില്ല അല്ലേ? കാഴ്ച തന്നെയാണ്. കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ആണ് നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പോൾ അതിനെ നിങ്ങൾ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ ചെറിയൊരു ടിപ്പ് മാത്രം, വാട്ടർ ലൈൻ കവർ ചെയ്ത് ഒരു ഐ മേക്കപ്പ് നിങ്ങൾ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളോട്. ശരിക്കും വാട്ടർ ലൈൻ കാണിച്ചതാണ്. ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ പിക്ചറിൽ കാണിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണ് ഇങ്ങനെ പിടിച്ചാൽ ഒരു വൈറ്റ് ലൈൻ കാണാൻ കണ്ടോ? ഞാൻ അവിടെ വൈറ്റ് ലൈനിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ കാജൽ ആ ഒരു പൊസിഷനിൽ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത്. പ്രത്യേകം അത് ശ്രദ്ധിക്കണം. മെജോറിറ്റി ആളുകൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ ലൈനിലാണ് ഈ പറഞ്ഞ പോലെ ഐലൈനർ അതുപോലെ 24 hours ഒക്കെ നിൽക്കുന്ന ഇത്രയും കെമിക്കൽ അടങ്ങിയ സബ്സ്റ്റൻസ് ഇടുന്നത്. അപ്പോൾ ഈ വാട്ടർ ലൈനിൽ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മേബോബിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന മേബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. അത് ബ്ലോക്കായി കിടക്കും. ഇപ്പോൾ നമ്മൾ ഐലൈനർ ഐലൈനറാണ് ഏറ്റവും വലിയ ഡേഞ്ചറായിട്ട് വരുന്നത്. അതായത് പെന്നിനെ പോലെ അത് പെന്നിൽ കറക്റ്റ് അത് ലിക്വിഡ്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടി വരും. കാരണം ഒരു ദാറു പോലത്തെ സാധനം അതൊക്കെ സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിലാണല്ലോ യൂസ് ചെയ്യുന്നത്. കണ്ണിൻ്റെ വില അറിയണമെങ്കിൽ നമ്മളെന്താ പറയുക, RSSലൊക്കെ ഒന്ന് ഇടയ്ക്ക് വിസിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ കുറച്ച് വർഷം പഠിച്ചൊരു വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഒരുപാട് ഐ ക്യാൻസർ വരുന്ന കുട്ടികളുണ്ട്, കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് കണ്ണിൻ്റെ കാര്യത്തിലൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് നിങ്ങൾക്ക് അത്രയ്ക്ക് സീരിയസ്നെസ് തോന്നേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അതല്ലേ. ഇപ്പോൾ ഇതുപോലത്തെ മോയ്സ്ചർ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ബോഡിയിലും അതുപോലെ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്ന മോയ്സ്ചർ പ്രോഡക്റ്റ്സ് ആണ്. എന്തിനാണ് ഇതൊക്കെ? നമുക്ക് എപ്പോഴും മോയ്സ്ചർ കീപ്പ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കണ്ണിനും വേണം ഒരു കംഫർട്ടായിട്ട് മോയ്സ്ചറായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ണിനെ ഒരു ദൈവം നൽകിയൊരു അനുഗ്രഹമാണ്, നാച്ചുറലി ഉള്ളൊരു സംഭവമാണ് എപ്പോഴും നമുക്കുള്ള ഈ ഒരു മേബോബിയൻ ഗ്ലാൻഡും ടിയർ ഗ്ലാൻഡും എല്ലാം. അപ്പോൾ ഈ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഇത് ബ്ലോക്ക് ആവുന്നത് വഴി വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകും. ഇറിറ്റേഷൻ, ഐ വിഷൻ പ്രോബ്ലംസ്, അതുപോലെ കൺജക്റ്റിവൈറ്റിസ്, ബബിൾസ്, നൊഡ്യൂൾസ് ഒക്കെ കണ്ണിൽ വരിക. ഇതൊക്കെ കാരണമാകുന്നത് ഈ ഒരു വാട്ടർ ലൈനിൽ കൺമഷി അല്ലെങ്കിൽ കാജൽ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ഇന്ന് മുതൽ ഇത് ശ്രദ്ധിക്കുക. നമ്മുടെ വാട്ടർ ലൈനിൽ ഒരിക്കലും നിങ്ങൾ എഴുതാതിരിക്കുക. അതിന് പകരം ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു കോർണറിലും അല്ലെങ്കിൽ മുകളിലൊക്കെ ഇതുപോലത്തെ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്കറിയാം അതൊരു ഒലിച്ചിറങ്ങൂല. അതായത് ഫ്ലൂയിഡ് അല്ല, ഇടണ്ട എന്നല്ല, ഇത് ഇടുന്ന സ്റ്റൈലൊന്ന് മാറ്റി പിടിച്ചാൽ മതി. ഇപ്പം ഞാനിട്ടതും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക അങ്ങനെയാണ്. അതായത് പുറത്ത് കൂടിയാണ് എഴുതി കൊടുക്കാറ്, ഇവിടെ താഴേന്ന് ഇങ്ങോട്ടും അതുപോലെ മുകളിലും. അത് നിങ്ങളുടെ ഓപ്ഷനാണ്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ചിലരുണ്ട് സുറുമയൊക്കെ യൂസ് ചെയ്യും. എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ നമുക്ക് സുറുമ യൂസ് ചെയ്യുന്നതാണ്. സുറുമ ഒറിജിനൽ സുറുമ പൗഡർ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹിമാലയൻ്റെ സ്റ്റിക്കുകൾ വാങ്ങിക്കാൻ കിട്ടും. അതാണ് എൻ്റെ വേറെ ഫെർദർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. പല മേബലിൻ, അതുപോലെ എലൈറ്റിൻ, അതുപോലെ കൊളോസൽ കാജൽ സ്റ്റിക്ക്, ഇതൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വാട്ടറി ഫ്ലൂയിഡ് കണ്ടൻ്റ് അല്ല, അത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് സ്പ്രെഡ് ആവില്ല. ഇനിയിപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, പുറത്ത് വരച്ചാൽ അടിയിലേക്ക് ഒലിച്ചിറങ്ങില്ല അല്ലേ. അപ്പോൾ ഒരിക്കലും ഉള്ളിൽ ആ വാട്ടർ ലൈനിൻ്റെ മുകളിലൂടെ ഒരിക്കലും നിങ്ങൾ ഈ ഐലൈനറോ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് കട്ടിയിൽ ഇങ്ങനെ മുകളിൽ വരച്ച് കൊടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ബിക്കോസ് ദാറ്റ്സ് വിൽ എഫക്റ്റ് യുവർ ഐ വിഷൻ. അപ്പോൾ അത് മാത്രമല്ല, അത് നിങ്ങൾ ഫർദറായിട്ട് നമ്മുടെ കണ്ണിൽ പല പ്രോബ്ലംസ്, ഇച്ചിങ്, അതുപോലെ തന്നെ കുരുകൾ പൊങ്ങുക. ചിലർക്ക് കണ്ണിൻ്റെ മുകളിൽ കുറേ കുരുവൊക്കെ ഉണ്ടായിരിക്കും. ഇതൊന്നും എനിക്കും ആദ്യം അറിയില്ലായിരുന്നു. ആസ് എ ഫാഷൻ കൺസൾട്ടൻറ്റ് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഐ മേക്കപ്പ് ഒക്കെ ആകാം, പക്ഷേ നമുക്കത് നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോപ്പറായിട്ടുള്ള ഐ മേക്കപ്പ് നിങ്ങൾ ചൂസ് ചെയ്യുക. ട്രെൻഡിനൊപ്പമൊക്കെ നമ്മൾക്ക് പോകാം, പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ് അത് ജെന്യൂനാണോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ചിലർ തുണി കത്തിച്ച് അതിൻ്റെ കരി കൊണ്ട് അതിൽ ഒലീവ് ഓയിലൊക്കെ ചേർത്തിട്ട് കൺമഷിയൊക്കെ ഉണ്ടാക്കും. അതുപോലെ ഇപ്പോൾ ആൽമണ്ട് എല്ലാം കരിച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ആൽമണ്ടും അതുപോലെ ഈ ഒലീവ് ഓയിലും പല എണ്ണകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൺമഷിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിടുന്ന പറയുന്നില്ല, പക്ഷേ എപ്പോഴും എക്സ്റ്റേണലായിട്ട് അതിൻ്റെ ഔട്ടർ ലൈൻ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വാട്ടർ ലൈൻ ഒരിക്കലും ടച്ച് ചെയ്യാതെ അതിൻ്റെ എക്സ്റ്റേണൽ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിലും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഈ കറക്റ്റ് നമ്മുടെ ഐലൈനർ ഇട്ട് വെക്കുന്ന കണ്ണും അതുപോലെ കുറച്ച് സ്മഡ്ജായിട്ട് നമ്മുടെ ഈ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന ഈ ഒരു കണ്ണും ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അല്ലേ. എപ്പോഴും നമ്മളിങ്ങനെ കറക്റ്റ് ആ കണ്ണിൻ്റെ ഷേപ്പിൽ കാണുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ടച്ചും, എന്നാൽ ഇതുപോലത്തെ നമ്മൾ എന്താ പറയുക കുറച്ച് സ്പ്രെഡായിട്ട് നമ്മൾ ഔട്ടറിൽ ഇടുന്ന ആ ഒരു ഫീലാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അതാണ് ഒരു നാച്ചുറൽ ലുക്ക് എപ്പോഴും എല്ലാവർക്കും കൊടുക്കാനുള്ളൊരു ഗ്യാപ്പ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ്. മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ, ബൈ ഫ്രം ഡ്രീം ഫാഷൻ കൺസൾട്ടൻസി.